കേരളത്തിലെ ഒരു മലഞ്ചെരുവിന് അരികിലായിരുന്നു കഥ. പുഴയുടെ ശബ്ദവും പക്ഷികളുടെ വിളിയും മാത്രം കേൾക്കുന്ന, മനുഷ്യരുടെ ചുവടുപാടില്ലാത്ത ഒരു കാട്. ഒരു ദിവസം 17 വയസ്സുള്ള അനുപമ എന്ന പെൺകുട്ടി കൂട്ടുകാരോടൊപ്പം വനത്തിലേക്ക് പോയി. ആദ്യം എല്ലാവരും ചേർന്നു നടന്നെങ്കിലും അനുപമയ്ക്ക് പൂക്കൾ ശേഖരിക്കാനുള്ള മോഹം പിടിച്ചു. ഞാൻ അല്പം പിന്നിലായാലും വരാം എന്ന് പറഞ്ഞ് അവൾ വഴിതിരിഞ്ഞു. പിന്നീട് കൂട്ടുകാരെ കാണാനായില്ല. സൂര്യൻ മങ്ങിത്തുടങ്ങിയപ്പോൾ കാടിനുള്ളിലെ മരങ്ങൾ നീണ്ട നിഴലുകളായി മാറി. അനുപമ ശബ്ദം മുഴക്കി വിളിച്ചു. പക്ഷേ മറുപടി കേട്ടത് കാറ്റിൽ ആലയുന്ന മരങ്ങളുടെ കുളിർ ശബ്ദം മാത്രം. അവൾ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി പഴകിയ ഒരു കുടിലിനെ കണ്ടു. വാതിൽ തുറന്ന് കയറുമ്പോൾ മുറിയിൽ ഒരു പഴയ കണ്ണാടി മാത്രം. കണ്ണാടിയിൽ നോക്കിയപ്പോൾ തന്റെ പ്രതിബിംബം അല്ല, കരിഞ്ഞ മുഖവുമായി വെളുത്ത വസ്ത്രം ധരിച്ച മറ്റൊരു പെൺകുട്ടിയെ. ഇവിടെ നിന്ന് ആരും തിരിച്ചു പോകുന്നില്ല എന്ന് ആ പ്രതിബിംബം ചുണ്ടുകൾ ചലിപ്പിച്ചു. അനുപമ പേടിച്ച് പിന്നോട്ട് ഓടാൻ ശ്രമിച്ചു. പക്ഷേ വാതിൽ അടഞ്ഞിരുന്നു. പുറത്തുനിന്ന് ആരോ പതുക്കെ താക്കോൽ തിരിക്കുന്ന ശബ്ദം കേട്ടു.